റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഫൗസ ഇൻദൽ ഖളാ. പടച്ചവനെ, നീ വിധി പറയുന്ന നാളിൽ എനിക്ക് വിജയം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഫൗസ ഇൻദൽ ഖളാ വനുസുല السعദാ വനുസുല الشുഹദാ വഐശ السعദാ. നിന്റെ രക്തസാക്ഷികൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം, അവരിറങ്ങുന്ന വീടുകൾ, അതുപോലത്തത് എനിക്കും തരണേ അല്ലാഹ്. ശുഹദാഇന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് തങ്ങൾക്ക് ബാധിച്ച പനിയാണ്. അതോടൊപ്പം അന്നൊരിക്കെ ജൂതന്മാരായ ചില ആളുകൾ നബി തങ്ങൾക്ക് ആട് മാംസത്തിന്റെ ഇടയിൽ വിഷം തീർത്ത് കൊടുത്തിട്ടുണ്ട് ഖൈബറിൽ. തങ്ങൾ വഫാത്താകുന്ന നേരത്ത് പറഞ്ഞു, ആ വിഷത്തിന്റെ അതിന്റെ ചില അംശങ്ങൾ ഞാൻ ഇപ്പോഴിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. തങ്ങൾക്ക് അല്ലാഹു തആല ഷഹാദത്ത് കൊടുത്തതിന്റെ അടയാളമാണതെന്ന് ഉലമാ പറയും. തങ്ങൾ ഷഹീദാണ്. എങ്ങനെ? വൽ മബ്തൂനു ഷഹീദ്. ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അപകടം, ഒരു കേട് സംഭവിച്ചിട്ട് മരിക്കുന്നത് ഷഹാദത്തിന്റെ കൂലി കിട്ടുന്ന ആ കൂലി കൂടെ നബി തങ്ങൾക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ കൂലി കിട്ടേണ്ടത് ദഅവത്തിന്റെ കൂലി, റിസാലത്തിന്റെ കൂലി, ഉമ്മത്തിന് ഈ ദീൻ എത്തിച്ചു കൊടുത്തതിന്റെ പ്രതിഫലം, അതിന്റെ ഒക്കെ പുറമെ ഷഹാദത്തിന്റെ കൂലിയും. അതിനായിരുന്നു അന്നൊരിക്കെ ഖൈബറിൽ വെച്ച് ജൂതന്മാർ ഹബീബിന് അങ്ങനെ വിഷം ചേർത്ത ഭക്ഷണം കൊടുത്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരക്കുമായിരുന്നു. اللهم إني أسألك الفوز عند القضاء ونزل الشهداء وعيش السعداء ومرافقة الأنبياء والنصر على الأعداء. اللهم إني أسألك الفوز عند القضاء. നീ വിധി പറയുന്ന നാളിൽ എനിക്ക് വിജയം തരണേ അല്ലാഹ്. വനുസുല ശുഹദാ. ശുഹദാഇന് നീ കൊടുക്കുന്ന സ്ഥാനങ്ങൾ തരയണമേ. വഐശ സുഅദാ. സന്തോഷിക്കുന്നവരുടെ ജീവിതം തരണേ. സന്തോഷമുള്ള ജീവിതം തരണേ. നമ്മളൊക്കെ വന്നത് ഈ ഗൾഫിലേക്ക് വന്നത് ഇപ്പൊ അതിനല്ലേ. ഇവിടുത്തെ ജോലി ചെയ്താൽ ഇവിടുത്തെ ശമ്പളം കിട്ടിയാൽ നാട്ടിലേറെ സന്തോഷം ഉണ്ടാവും. അതല്ല ഇപ്പൊ നമ്മൾ ഇരിക്കണതൊക്കെ, ഈ നിൽക്കണതും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഐശ സുഅദാ. അത് നമുക്ക് ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ പറ്റണം. അവിടെ നമ്മുടെ വിജയം. ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രവാസികളായിട്ട് കുറെ അമുസ്ലിമീങ്ങളും അള്ളാഹ് പറഞ്ഞ ഏക്കാതെ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ പ്രവാസ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങണം. ഐശ സുഅദാ. സന്തോഷമുള്ള ജീവിതം തരണേ അല്ലാഹ്. വമുറാഫഖതൽ അംബിയാ. നിന്റെ അംബിയാഇന്റെ കൂടെ നിൽക്കാൻ ഭാഗ്യം തരണേ. ശത്രുക്കൾക്കെതിരായി നീ ഞങ്ങൾക്ക് സഹായം തരണേ പടച്ചവനെ. ഇത് ദുആ ചെയ്യുമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അടിവരയിടുന്ന ഭാഗം ഐശ സുഅദാ. മനസ്സമാധാനമുള്ള ജീവിതം തരണേ അല്ലാഹ്. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സമാധാനം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിലാണ്. സ്വഹാബത്തിന് കിട്ടിയത് അങ്ങനെയാ. അല്ലാഹുവിന് കുറച്ച് സമയം കൊടുക്കുക, റബ്ബിന് നമ്മുടെ സമയം കൊടുക്കുക. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ ആശ്വാസത്തിന്റെ സമയം ഉറക്കിന്റെ നേരമാണ്. ഉറക്കുന്ന എഴുന്നേൽക്കാൻ ഏത് നിസ്കാരം കുഴപ്പമില്ല, സുബഹിയാണ് കുറച്ച് പ്രയാസം. എന്തേ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ശരീരത്തിന് ഇഷ്ടം അതാണ്. അത് ഞാൻ അല്ലാഹുവിന് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് തഹജ്ജുദിന്റെ കൂലി വർദ്ധിക്കാൻ കാരണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാത്രി നിസ്കരിക്കുന്നൊക്കെ തഹജ്ജുദായിട്ട് കൂട്ടുമെന്ന് പറഞ്ഞ അവിടെ പറയും കൂട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തഹജ്ജുദിന്റെ കൂലി ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ്. എന്നാൽ പറഞ്ഞു വന്ന ഒരാൾ റെഡ് ബുൾ കുടിച്ചിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് പറഞ്ഞത്, രാത്രി ഉറക്കം വരുന്നത് എന്തേ? 2-3 കുപ്പി റെഡ് ബുൾ കുടിച്ചിരിക്കുകയാണ്. ഇനി നേരെ മുൾക്കോളം കാര്യമായിട്ട് ഉറക്കം വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഇനിയിപ്പോ നിസ്കരിച്ചാൽ തഹജ്ജുദിന്റെ കൂലി കിട്ടുമോ? ഉറക്കം ഉറങ്ങിയിട്ട് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദാവുള്ളൂ. എനിക്ക് ഉറക്കം തന്നെ വരുന്നില്ല. നേരെ മുൾക്കോളം ഞാൻ ആക്റ്റീവാ. നിസ്കരിക്കുക തന്നെയാണ് ആൾ ചെയ്യേണ്ടത്. ആൾ നിസ്കരിക്കണം. പക്ഷെ തഹജ്ജുദിന്റെ ആ കൂലി കിട്ടുമോ? അത്രക്ക് കിട്ടൂല. എന്തേന്നറിയോ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇടങ്ങേറുണ്ടല്ലോ, അതിനാണ് ആ വലിയൊരു ശതമാനം കൂലി പോകുന്നത്. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി എഴുന്നേൽക്കുക, എയർപോർട്ട് പോകാൻ വേണ്ടി എഴുന്നേൽക്കല്ല.
അതാണ് വ്യത്യാസം. അള്ളാഹുവിന് വേണ്ടി എന്റെ ഉറക്കം ഞാൻ കളയാണ്, എന്റെ റബ്ബിന് വേണ്ടി കളയാണ്. അതിന് അല്ലാഹു വലിയ കൂലി കൊടുക്കും. അത് ഉറങ്ങാതെ പകൽ മുഴുവൻ ഉറങ്ങി രാത്രി തീരെ ഉറക്കില്ല, കൂലി കിട്ടും, കുഴപ്പമൊന്നുമില്ല. നിസ്കാരത്തിന് തഹജ്ജുദിന്റെ പ്രതിഫലം ഉണ്ടെന്ന, പക്ഷെ ഇത്രക്ക് ഉണ്ടാവില്ല. എത്ര ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അത്രക്ക് കിട്ടൂല. അബ്ദുല്ലാഹി